ആരിഫ, ഈ വിഷയത്തിലെ ഇനിയൊരു കൂട്ടിച്ചേർക്കൽ എനിക്കില്ല. പിന്നെ ഇങ്ങക്കൊരു കൂട്ടിച്ചേർക്കലിന് അവസരം വരാതിരിക്കാനാണ്. അതുപോലെ മറ്റുള്ള കരയിൽ പിന്നെ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ നിങ്ങൾ കയറിപ്പോയി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഒരു ബോട്ടിലാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, നമ്മൾ ഒരു ബോട്ടിലാണ്. ആ ഒരു ബോട്ടിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ അതിലെന്നെ വീണ്ടും വിഷയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിച്ചത്. അതിലെന്നെ ഞങ്ങളെ പിടിച്ചു നിർത്തിയത്. എന്നിട്ടാണ് ഞങ്ങളോട് ചോദിച്ചത്, ആ ബോട്ടിൽ വെച്ച് നമ്മുടെ ഓപ്പറേറ്റർക്ക് വെളിച്ചം നഷ്ടപ്പെടുന്നു, അതിൻ്റെ വൈദ്യുതി തകരാറിലാകുന്നു. അപ്പോൾ ജിന്നെ വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാണോ, ജായിസാണോ, അനുവദനീയമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ മതവിധികൾ എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. ആ മതവിധികളിൽ ഏതാണ് അതിന് നമുക്ക് നൽകാൻ പറ്റുന്നത്? ഈ മതവിധിയാണ് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. പക്ഷെ ആ മതവിധി നൽകുമ്പോൾ അത്തരം ഒരു വെളിച്ചം ചോദ്യം പിന്നെ അൽ-ഇസ്രായിൽ വന്നതിനെക്കുറിച്ച് ഫൈസൽ മൗലവി പറയുന്നു അത് ഷിർക്കല്ല എന്ന്. തന്നെയുമല്ല, അങ്ങനെ അപകടാവസ്ഥയിലുള്ള ഒരു ചോദ്യം അതിലില്ല. ഷിർക്ക് തൗഹീദിനെ വേർതിരിക്കുന്ന തരത്തിലുള്ള ഒരു ചുക്കും അതിലില്ല എന്നാണ് പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ ബോട്ടിലാണെങ്കിൽ നിങ്ങൾ എന്താണ് മറുപടി മതവിധി കൊടുക്കുക എന്ന്. ആ മതവിധിയാണ് എനിക്കറിയേണ്ടത്. ആ ബോട്ടിൽ വെച്ച ഒരാൾ വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ എന്ത് മതവിധി നൽകണം എന്നാണ് ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. ചോദ്യം കുറച്ച് വിശാലമായി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചോദ്യത്തിൽ അത് ക്ഷമിക്കണം. പക്ഷെ എൻ്റെ ചോദ്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം ഇതാണ്, ചോദ്യത്തിൻ്റെ ആൻസർ തരേണ്ട ഭാഗം. എന്താണ് അതിലെ മതവിധി? അത് ജായിസാണോ, ഹറാമാണോ, പിന്നെ ആ ചോദ്യത്തിൻ്റെ അത് ഷിർക്കാണോ, പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം പറയുന്നത്. അപ്പോൾ അത് ഷിർക്കല്ല എന്നും മറ്റു വിഭാഗം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താണ് അതിൻ്റെ മതവിധി? അതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. ബോട്ടിലാണെങ്കിലും നടുക്കടലിലാണെങ്കിലും ഭൗതികമായി എല്ലാവിധ സംവിധാനങ്ങൾ അവസാനിച്ചാലും ഇല്ലെങ്കിലും സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ, അർത്ഥന, പ്രതീക്ഷ, അത് നടക്കിടല് ബോട്ടിനകത്താണെങ്കിലും ലൈറ്റ് പോയാലും ഇല്ലെങ്കിലും ഒക്കെ സൃഷ്ടാവായ അള്ളാഹുവിനോടല്ലാതെ ഏതൊരു മഹ്ലൂക്കിനെ വിളിച്ചാലും, സൃഷ്ടിയെ വിളിച്ചാലും അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, ഷിർക്കാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ അവിടെ ജിന്നിന് ഷിർക്കാണോ? ഷിർക്കാണ്. മലക്ക് ഷിർക്കാണോ? ഷിർക്കാണ്. മനുഷ്യൻ ഷിർക്കാണോ? ഷിർക്കാണ്. ഇതൊക്കെ ഷിർക്കാണ്. സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് പോകേണ്ട ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ആ ഇസ്തിആനത്ത് സൃഷ്ടികളെ ആരെ പ്രതീക്ഷിച്ചാലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അത് ഞാൻ വളരെ കൃത്യമായി നേരത്തെ മുകളിൽ പറഞ്ഞല്ലോ. പിന്നെ സാധാരണഗതിയിൽ പൊതുവെ ആളുകളുടെ വിശ്വാസം ജിന്നുകൾ അദൃശ്യരാണ്. ഇപ്പോൾ സമസ്തക്കാരുടെ വിശ്വാസം എന്താണ്? ജിന്നുകൾ അദൃശ്യമായി, അഭൗതികമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അറിവും കഴിവും ജിന്നുകൾക്കും മലക്കുകൾക്കും അമ്പിയാക്കൾക്കും ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ചില ആളുകൾ ജിന്നുകൾക്ക് മാത്രമാണ് ജിന്നുകളെ അദൃശ്യവും അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ അറിവും കഴിവും അവർക്കുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ആൾക്കാരിൽ ബോട്ടിൽ കയറണം തന്നെയില്ല. അയാൾ പുറത്തുനിന്നാലും എന്താണ്? ഷിർക്കിലാണ്. അപ്പം സൃഷ്ടികൾക്ക് സൃഷ്ടാവിൻ്റെ പ്രത്യേകതകൾ വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള വിശ്വാസം അത് ഷിർക്കാണ്. ആ വിശ്വാസത്തോടു കൂടി അവരോടുള്ള ചോദ്യം അത് ഷിർക്കാണ്. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ.